ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ കേരള ബ്രദേഴ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളാണെങ്കിൽ സത്യത്തിൽ കേരള ബ്രദേഴ്സ് തുടങ്ങിയത് ഞാനും നാസിയായിട്ടാണ്. അപ്പൊ നാസിയായിട്ട് ഇപ്പൊ വീഡിയോസ് ഇടാനൊന്നും പറ്റുന്നില്ല, മഴയും കാര്യങ്ങളൊക്കെ ഇല്ല. അവന് അത്രയും ദൂരമാണ്, ഇവിടുന്ന് 22 കിലോമീറ്റർ ഉണ്ട്. അപ്പം അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പൊ ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല. ഞാനങ്ങ് കേറി. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡോറയായിട്ടുള്ള വീഡിയോ കുറച്ച് ദിവസം ഇടാന്ന് വിചാരിച്ചു. പിന്നെ മഴയൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ ഞാനും അവനായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ചില സീക്രട്ടുകൾ ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ ഡോറയുടെ മനസ്സിലുള്ള ആ സീക്രട്ട് എല്ലാം ഇന്ന് നമ്മൾ ചൊറിഞ്ഞ് പുറത്തിടാൻ പോവാണ്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്ന സമയത്തല്ലേ നമുക്കാണെങ്കിൽ അത് നമുക്ക് അറിയാത്ത സാധനങ്ങളൊക്കെ ആ സമയത്ത് ചോദിച്ചു മാന്തി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിലിരിക്കുന്ന സാധനങ്ങൾ മാന്തി നമ്മൾ ഇടാൻ പോകും. പറയത്തില്ലെങ്കിൽ ഫെയില്, നമ്മള് ഈ എന്താ പറയുക, വീഡിയോ നമ്മൾ ഔട്ടാക്കും, പുറത്താക്കി കളയും. ഞാൻ പിന്നെ തൽക്കാലത്തേന് കയറിയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ നമ്മള് ഇന്ന് ചോദിക്കാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സ്ഥലങ്ങൾ ഉണ്ടാവും, ഭാഷകൾ ഉണ്ടാവും, സിനിമകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നാടുകൾ ഉണ്ടാവും, പിന്നെ ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും, അപ്പൊ ഫുഡുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഹോബീസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതൊക്കെ ചോദിച്ചിട്ട് ഇത് റീസൺ എന്താണ്, ഇത് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് തിരക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും നാള് ഡോറയെ കുറിച്ച് എനിക്ക് അറിയാൻ വയ്യാത്തതും എന്നെ കുറിച്ച് ഡോറയ്ക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഇന്ന് ചിലപ്പം പുറത്തു വരുന്നതായിരിക്കും. ചിലപ്പോൾ ഇതോടുകൂടി പലരുടെയും കള്ളത്തിലൊക്കെ പുറത്ത് വരും എന്തായാലും. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഡോറയുടെ അടുത്ത് ചോദിക്കാണ്, കിടക്കാന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, കടക്കാമെന്ന അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുറവാണ് ഇത് എന്നുള്ളത് ഇപ്പൊ തന്നെ മനസ്സിലാക്കാം. അപ്പോ ഇഷ്ടമാണ് ഇടയ്ക്കൂടെ ഒന്ന് ഇവിടെ നുള്ളൊക്കെ തന്നിട്ട് നൈസായിട്ടിരിക്കുക. നുള്ളിയിലടി ഞാൻ കൈയെടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ നുള്ളുമായിരുന്നോ ഇല്ലായിരുന്നോ? അപ്പോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡോറയുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്, ഡോറ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ല, പക്ഷെ ഡോറയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമുണ്ട്. ഇന്ന് നമുക്കത് അറിയണം ഏതാണെന്നും അത് അറിയാൻ ഇഷ്ടപ്പെടാൻ റീസൺ എന്താ അറിയാം. പോവാത്തൊരു സ്ഥലമാണ് ഇഷ്ടപ്പെട്ട റീസൺ എന്താണെന്ന് അറിയണം. അപ്പൊ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? വീട്. ഇതല്ലല്ലോ നീ ഇത്ര നാളും പറഞ്ഞോണ്ടിരുന്നത്. ഇത് ഉടായിപ്പ് ഇതല്ല ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീട് എടുക്കാൻ വേണ്ടി നമുക്ക് കണ്ട ഉടായിപ്പ് കാണിക്കുന്നു, കള്ളത്തിനല്ലേ കാണിക്കുന്നത്. കള്ളി. ഇഷ്ടപ്പെട്ട സ്ഥലം മൂന്നാർ. അത് ഇഷ്ടപ്പെടാൻ റീസൺ? ഇതുവരെ മൂന്നാറിൽ പോയിട്ടില്ല കേട്ടോ, അതാണ് മെയിൻ ആയിട്ട്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ഫോട്ടോസിലും വീഡിയോസിലും പിന്നെ കുറെ വ്ളോഗർമാരൊക്കെ പോകുന്നുണ്ടല്ലോ, കുറെ തവണയൊക്കെ അവിടെ പോകുന്നു, അവിടുത്തെ റിസോർട്ട് താമസിക്കുന്നു, രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ വിൻഡോയിൽ ഇതൊക്കെ മാറ്റിയിട്ട് വീഡിയോ എടുക്കുന്നത്, അവിടുത്തെ മറ്റേ സാധനം ഉണ്ടാകുന്ന തേയില ചായ കുടിക്കുന്ന പൊടി ഉണ്ടാകുന്ന തേയിലത്തോട്ടം. ഞാൻ ഗ്രീൻ ടീ ആണ്, തേയില ഉണ്ടാക്കുന്ന പൊടി ഉണ്ടാക്കുന്ന എന്തൊക്കെയാ പറയുന്നത്. അപ്പൊ അതുണ്ട്, അത് തേയിലത്തോട്ടം അതിന്റെ നടുക്ക് നിന്ന് ഫോട്ടോ എടുക്കുക. അത് വേണം, അപ്പുറത്ത് വാഗമണിലോട്ടും പോയാൽ മതി. തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അല്ലെ ഇടുക്കിയിൽ ഇവരുടെ നാട്ടിൽ പോയാൽ മതി, അവിടെ കുറെ ഉണ്ട് തേയിലത്തോട്ടം. അവിടെ ചെറുതോണിക്ക് പോയ വഴിക്ക് ചെറുതോണിക്ക് പോകാൻ വലിയ ദൂരം ഇല്ലല്ലോ. ചെറുതോണിലൊന്നും ഇല്ലടെ ഫോട്ടോ എടുക്കാനോ മാത്രം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഞാൻ ജിജോയെ വിളിക്കാൻ പോയപ്പോ ഇഷ്ടംപോലെ സ്ഥലം കണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പോയിട്ടില്ല ഉള്ള കാര്യം പറയാം. പോയിട്ടുണ്ട് ഒരു തവണ വാഗമണ് പോയിട്ടുണ്ട്, പക്ഷെ അന്ന് മഴ പെയ്തോണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ മഴയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ നോക്കിയപ്പോഴത്തെ ഒരു കാശിനും കാത്തൊരു തൊലിത്തോട്ടം. അപ്പൊ അതുകൊണ്ടും അങ്ങനെ അവിടുത്തെ തണുപ്പും കാഴ്ചകൾ കാണാനും അങ്ങനത്തെ കൊണ്ട് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. കാണാത്ത ആളെ എങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്കത് മനസ്സിലായി. അതാ ഇപ്പൊ പറഞ്ഞത്, ആ റീൽസിൽ ഫോട്ടോസ്. ഇപ്പൊ നമ്മളൊരു കാണാത്ത സ്ഥലം കാണുമ്പോ അതിനെപ്പറ്റി നമ്മൾ റിസർച്ച് ചെയ്യലോ, വീഡിയോസ് ഒക്കെ നോക്കിട്ട് പറയും അവിടെ ഇത് കൊള്ളാം എന്ന് പറഞ്ഞില്ല. നിങ്ങൾ അന്ന് കൊണ്ട് കുഴിക്കാത്തി അടിച്ച് വാഗമണ് പോയപ്പോ അതുപോലെ. ഇനി എന്നോട് ഇഷ്ടപ്പെട്ട ഫുഡ്. ഇഷ്ടപ്പെട്ട ഫുഡ് എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് മസാല ദോശ. അത് ഭയങ്കര ഇഷ്ടമാണ്. മസാല ദോശയും അതെനിക്കറിയത്തില്ല. നല്ല സാമ്പാറും, പുതിനയില അല്ലെ മല്ലിയിലയോ അല്ലെ പുതിനയിലയോ ചട്നി. അത് ഇഷ്ടപ്പെടാനുള്ള കാരണം കഴിച്ചിട്ടുണ്ട്, കഴിച്ചതിന്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട്.
കഴിച്ചതിന് ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം എനിക്ക് അത് മതി. പിന്നെ എന്തോ റീസൺ? ഇഷ്ടപ്പെട്ട ഫുഡാ ചോദിച്ചത്. എനിക്ക് ചോദിക്കട്ടെ, ഇഷ്ടപ്പെട്ട വസ്ത്രം? സാരി. എത്ര തവണ എടുത്തിട്ടുണ്ട്? 1 2 3 ഹാഫ് സാരി കൂട്ടാവോ? കൂട്ടിക്കോ. 4 5 6 മതി. 6 തവണ. ഏറ്റവും കൂടുതൽ ഉടുക്കാൻ പാടുള്ള വസ്ത്രമാണ് ഡോറയ്ക്ക് സാരി എന്ന് പറയുന്നത്. പക്ഷേ ഉടുക്കാൻ ഇതുണ്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്തുകൊണ്ട് വസ്ത്രം ഇഷ്ടപ്പെടാൻ പ്രത്യേക റീസൺ? എനിക്ക് സാരി ഉടുക്കാൻ എനിക്ക് ഇഷ്ടമാ. പക്ഷെ എനിക്ക് സാരി ഉടുക്കുന്ന രീതി ഉണ്ടല്ലോ, പീച്ച് ഒക്കെ എടുത്തിട്ട് ഉടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ സാരി ഉടുക്കുമ്പം എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ടീച്ചറിന്റെ ലുക്ക് ഉണ്ടെന്നു. 1 2 പേര് പറഞ്ഞു. അതാണോ ഇഷ്ടപ്പെടാൻ റീസൺ? അതുകൊണ്ട് പിന്നെ അതും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ടീച്ചറാണെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് സാരി എനിക്ക് ഉടുക്കാൻ കംഫർട്ട് അല്ലെങ്കിലും ഉടുക്കാൻ ഇഷ്ടമാണ്. സമാധാനമായി. ഇച്ചാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ്? എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് മുണ്ടും ഷർട്ടും ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. പക്ഷെ ഞാന് എന്റെ കൂടിപ്പോ ഒരു 5 6 തവണ അത്രേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഏറ്റവും ഇഷ്ടം ഉണ്ട് എടുക്കാനെങ്കിലും, പക്ഷെ എനിക്ക് മുണ്ട് എടുക്കാൻ അറിയത്തില്ല. ഞാൻ മുണ്ട് എടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ സാരി ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കേണ്ടി വരും. എനിക്കറിയില്ല, മുണ്ട് ഉടുക്കാൻ എനിക്കറിയില്ല. ആരെങ്കിലും ഉടുത്തു വന്നാലും കുറച്ച് മാരേജിന് ഉടുത്തായിരുന്നു. പിന്നെ ഓണത്തിന് ഒന്നുടുത്ത് ഞാൻ 2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ഉടുത്തതെന്ന് എനിക്ക് അറിയത്തുള്ളൂ. അത് അതുപോലെ തന്നെയാണ് എനിക്ക് സാരി എനിക്ക് ഇഷ്ടമാണ് അത്രയും. എനിക്ക് പിന്നെ കംഫർട്ടായിട്ട് ഇടാനുള്ള ഡ്രസ്സ് എന്ന് വെച്ചാൽ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷോർട്സ്, നിക്കറല്ല. ഞങ്ങളുടെ നാട്ടിലെ ഷോർട്സ് എന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ നിക്കർ എന്ന് പറയുന്ന ജെട്ടിക്ക് അങ്ങ് അടങ്ങി. ഞങ്ങളുടെ ഷോർട്സും വേണ്ടേ ട്രാക്ക് പാന്റ്. അതിന് പാന്റ് ഇട്ടിട്ടുണ്ട്. ട്രാക്ക് പാന്റും കണ്ടാ. ഇയാളെല്ലാം ആരെങ്കിലും കണ്ടാത്ത നന്നായി. അപ്പോ ഇനി ഡോറയ്ക്ക് ഇഷ്ടപ്പെട്ട രാജ്യമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട രാജ്യമൊന്നും എനിക്കില്ല. നെഗറ്റീവ് വരുവേ. രാജ്യമല്ലാതെ വേറൊരു രാജ്യത്തെ പറ്റി എനിക്ക് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഇഷ്ടം. ഓക്കെ, അപ്പൊ ആ ചോദ്യം നമ്മൾ പിൻവലിച്ചു. എങ്കിൽ ശരി, ഇഷ്ടപ്പെട്ട സംസ്ഥാനമോ? നമ്മുടെ തന്നെ. റീസൺ? നമ്മുടെ സംസാരിക്കാൻ എളുപ്പമുണ്ടല്ലോ. എന്തിനാ വെറുതെ അവിടെ പോയിട്ട് പറഞ്ഞ എല്ലാം വെച്ചോണ്ടോ. അതുകൊണ്ട് തന്നെ. ഇഷ്ടപ്പെട്ട ഭാഷയോ? മലയാളം. മലയാളത്തിൽ എനിക്ക് എഴുതാനും കവിത എഴുതാനും അതുപോലെ കഥ എഴുതാനും ഇങ്ങനെ ഉണ്ടാക്കി എഴുതാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനത്തെ അതുകൊണ്ട് എനിക്ക് നേരത്തോട്ടെ എനിക്ക് മലയാളത്തിന് പരീക്ഷയ്ക്ക് മാത്രം പേപ്പർ മേടിച്ച് എഴുതുക. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരുന്നു. ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് മലയാളം ഇഷ്ടം. ഇച്ചാനോ? എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷ ഹിന്ദി. കണ്ടോ, എനിക്കറിയാം. എന്റെ ഫേവറേറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദി. ഞാൻ ഇവിടെ എപ്പോ സിനിമ വെച്ചാലും ഹിന്ദി പടം ഇരുന്ന് കണ്ടോണ്ടിരിക്കും. എനിക്ക് പിന്നെ അറിയത്തില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ ഇരിക്കാറില്ല ഹിന്ദി പടം കാണാൻ. അഥവാ ഇരുന്നാൽ തന്നെ ഞാൻ എന്താ പറഞ്ഞേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹിന്ദിയാണ്. പക്ഷെ എനിക്ക് വായിക്കാനും അക്ഷരങ്ങളെല്ലാം അറിയാം. പക്ഷെ അത് വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എനിക്ക് അത്ര അറിവില്ല. എനിക്ക് ഹിന്ദി വായിക്കാനും എഴുതാനും എല്ലാം അറിയാം. തമിഴ് എനിക്ക് സംസാരിക്കാൻ കൊഞ്ചം തരും. എനിക്ക് തമിഴ് നന്നായിട്ട് സംസാരിക്കാം. അമ്മയുടെ ലാംഗ്വേജ് തമിഴാണ്, അപ്പ മലയാളി, അമ്മ തമിഴാണ്. അപ്പൊ അതുകൊണ്ട് തമിഴ് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഹിന്ദിയും എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷയെങ്കിലും ഹീബ്രുവും എനിക്ക് അതിനൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട ഭാഷയാണ്. ഹീബ്രുവും എനിക്ക് അത്ര തന്നെ ഹീബ്രുവും ഞാൻ പഠിക്കുന്നുണ്ട്. ഹിന്ദിയോളം തന്നെ ഇഷ്ടപ്പെട്ട ഭാഷയാണ് ഹീബ്രു എന്ന് പറയുന്നത്. നാസി അല്ലാതെ കേട്ടല്ലോ, പ്രത്യേകം കേട്ടോ. നാസിനെ അവിടെ നിർത്താം. നാസി അല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട്. നാസി അല്ലാതെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട് എന്ന് പറയുന്നത് മിഥുൻ. എന്തുകൊണ്ട്? മിഥുനും ഷമീറും ഉണ്ട്. ഷമീർ കാണാൻ
കാണണം കേട്ടോ. ഇവിടെ വന്ന് പാവം എന്നെ കഷ്ടപ്പെടുത്തി ഷെഡ് ഉണ്ടാക്കി ഒരു ഡ്രോയിങ് തൊട്ട് അതിനെ കൊണ്ട് 2 ഡ്രോയിങ് ഉണ്ടാക്കി നാട്ടിൽ ലീവിന് വന്നിട്ട് അതിനായിട്ട് മുട്ടാ പണി കൊടുത്തിട്ട് പറയാ എനിക്ക് 3 പേരെയാണ് ഇഷ്ടമുള്ളത്. ഒന്ന് നാസിയാണ് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറയുന്നത് നാസിയാണ്. പിന്നെ മിഥുനും ഷമീറും. അപ്പോ മിഥുനും ഷമീറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. കാരണം വെച്ചാല് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാല് ഏതൊരു സമയത്താണെങ്കിലും, ഇപ്പം ഇത് നാട്ടിലില്ലാത്തതുകൊണ്ടാണ്, നമുക്ക് ഏതൊരു സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും ഓടി വരുന്ന 3 ഫ്രണ്ട്സിൽ ഇവൾ പറഞ്ഞ ഒരാളെ മാറ്റി നിർത്തിയാൽ പിന്നെയുള്ള 2 ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഷമീറും മിഥുനുമാണ്. അതെന്നു വെച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റി നിർത്താൻ പറഞ്ഞത്. ഏറ്റവും ആദ്യം പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ 3 പേരാണ് വരുന്നത്. പിന്നെ ഇഷ്ടപ്പെടാൻ എന്റെ റീസൺ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഉടായി പൊപ്പിക്കുകയാണെങ്കിൽ കൂടെ നിൽക്കും കട്ടയ്ക്ക്. അതാണ് അതുകൊണ്ടാണ് രാത്രി 10-11 മണിക്കൊക്കെ അഥവാ മഴയാണെങ്കിൽ അടച്ചിട്ട് ആളി വരും, മഴയായതുകൊണ്ട് കേൾക്കത്തില്ലല്ലോ. അപ്പോ അത് രണ്ടാമത്തെ റീസൺ. മൂന്നാമെന്ന് വെച്ചാല് കട്ടയ്ക്ക് നിൽക്കും എല്ലാ കാര്യത്തിനും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കട്ടയ്ക്ക് നിൽക്കും. എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. പിന്നെ മിഥുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുട്ടിക്കാലം തൊട്ടേ, അതായത് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഈ നാട്ടില് ഞാൻ വന്നപ്പം എനിക്ക് കിട്ടിയ ആദ്യത്തെ കൂട്ടാണ് മിഥുൻ എന്ന് പറയുന്നത്. എന്റെ ഫസ്റ്റ് കൂട്ടുകാരൻ എന്ന് പറയാം. എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ള, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മളിപ്പോ താമസിക്കുന്ന ഏരിയയിൽ വരുന്നത്. അപ്പോ ഇവിടെ വന്ന സമയത്ത് നേരത്തെ ഏരിയ ആണെങ്കിലും അതിന് മുമ്പുള്ള താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലും എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. സ്കൂളിലാണെങ്കിൽ പോലും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. സ്കൂളിലും വീട്ടിലും ഒന്നും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ആകെന്ന് വെച്ചാല് സ്കൂളിൽ പോവും, സ്കൂളിൽ നേരെ വീട്ടിൽ വരും, ബുക്ക് എടുത്ത് വെച്ച് പഠിക്കും, അടങ്ങി അവിടെ ഇരിക്കും എന്നുള്ളതല്ലാതെ പഠിക്കും എന്നുള്ളതല്ലാതെ ഇപ്പം അനിയന്മാരൊക്കെ ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും എല്ലാം പോകും. പക്ഷെ ഞാൻ അതുപോലും ഇല്ല. അപ്പോ എന്താ പറയുന്നത്, അത്ര നിഷ്കുവായിരുന്നു. ഞാൻ വീട്ടിനകത്ത് തന്നെയാണ്. അപ്പോ പുറത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് കിട്ടിയ കൂട്ടുകാരനാണ് മിഥുൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അവനുമായിട്ട് കൂട്ടായതിനു ശേഷമാണ് പുറത്തോട്ടൊക്കെ പോയി ആൾക്കാരെ സഹകരിക്കാനും അലമ്പായി തുടങ്ങിയതാ. അവൻ കേൾക്കണ്ട. പുറത്തോട്ടൊക്കെ പോയി തുടങ്ങിയതും ഇപ്പൊ ഈ സിനിമയ്ക്ക് പോകാനാണെങ്കിലും കറങ്ങാൻ പോകാനാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ പോയി തുടങ്ങിയത് മിഥുനായിട്ട് കൂട്ടിയിട്ടാണ്. വായനൊക്കെ നിന്റെ അപ്പോ പുറത്തോട്ടൊക്കെ പോയി തുടങ്ങിയത് മിഥുൻ കൂട്ടായതിനു ശേഷമാണ്. പിന്നെ ഷമീറായിട്ടെന്ന് വെച്ചാല് ഒരുപാട് നാളത്തെ കൂട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 6 കൊല്ലം 5 കൊല്ലം 6 കൊല്ലത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഷമീറുമായിട്ട്. അപ്പോ കൂട്ടായി അന്നോട്ടെ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെയാണ് പോകുന്നത്. കാരണം വെച്ചാല് അവൻ വെറും പാവമാണ് കേട്ടോ. എന്ത് പറഞ്ഞാലും അങ്ങനെയാണ് വെച്ചാൽ ഭയങ്കര ഒരു നിഷ്കമാണ് അവന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ അവനായിട്ട് സംസാരിക്കാൻ. ഒരുപാടൊന്നും സംസാരിക്കത്തില്ല കേട്ടോ, ഒത്തിരി ഒന്നും സംസാരിക്കത്തില്ല. സൈലന്റ് ആണ് പുള്ളിക്കാരൻ. ഒരുപാടൊന്നും സംസാരിക്കത്തില്ല, ഭയങ്കര സൈലന്റ് ആണ്. പക്ഷെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തമാശയോടെ സംസാരിക്കത്തുള്ളൂ. എന്ന് വെച്ചാല് ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വിഷമ സങ്കടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് അതങ്ങ് മാറിപ്പോകും. അപ്പോൾ അതാണ് ഷമീറുമായിട്ട് എനിക്ക് എന്നുവെച്ചാല് ഇപ്പം മിഥുന്റെയും ഷമീറിന്റെയും ഒന്നിച്ചുള്ള ക്യാരക്ടറാണ് നാസിക്ക് വന്നിരിക്കുന്നത്. ഇത് രണ്ടുപേരും സെപ്പറേറ്റ് ആണ്. ഇപ്പം മിഥുൻ എന്ന് വെച്ചാല് ദേഷ്യം, ഭയങ്കര ദേഷ്യമാണ്. തമാശ പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ മിഥുൻ നിർത്തത്തില്ല, സംസാരിച്ചുകൊണ്ട് നിൽക്കും. പക്ഷെ ഷമീർ അങ്ങനെയല്ല, തമാശ പറയും, ഒപ്പം സംസാരിക്കത്തില്ല. 1-2 അതായത് ഞാൻ തന്നെ അവനോട് ചോദിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ ഈ വാക്കിൽ ഇങ്ങനെ പിശുക്ക് കാണിക്കല്ലേ, പിശുക്കനാവല്ലേ എന്ന് പറയാം. എന്നുവെച്ചാല് അങ്ങനെയാണ് സംസാരിക്കുന്നത്, പിശുക്ക് കാണിച്ചാ ഷമീർ സംസാരിക്കുന്നത്. പക്ഷെ ഷമീർ കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണ് നേരെ ഓപ്പോസിറ്റാ. ഫെജിമിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സൗണ്ട് ഞാൻ അടുക്കള കേട്ടത്, ഇവരുടെ സൗണ്ട് കേട്ടില്ലായിരുന്നു. പക്ഷെ നല്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാനും കൂടെ പറയാം, കാരണം വെച്ചാൽ നമ്മുടെ ഗബ്രൂസിന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ആരുമില്ല, എല്ലാവരും വിഷമവും സങ്കടവും എല്ലാം ആയിട്ടിരിക്കുന്നു. അമ്മയില്ല, ആരുമില്ല. അപ്പുറത്ത് വൈകുന്നേരം രാത്രി വരെ വന്നിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെ ഇറങ്ങി പോകാൻ സംസാരിക്കാനൊന്നും ആരും, എനിക്കും ഇവിടെ ആരൊന്നും ഇല്ല, അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആരും. എനിക്ക് പെട്ടെന്ന്
പെട്ടെന്ന് അപ്പൊ മൈൻഡിൽ തോന്നിയത് ഷെമിയുടെ നാസി അവര് ദൂരെയാ. അപ്പൊ പെട്ടെന്ന് എന്റെ മൈൻഡിൽ തോന്നിയത് വിളിക്കാം, ഫെജിമേനെ വിളിക്കാന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാത്രി വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ കരഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, ശരിയാകും, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്ന് ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ച് ആശ്വസിപ്പിച്ച്, പിന്നെ അപ്പൊ തന്നെ നാസി വന്നപ്പോ നാസിക്ക് വേണ്ടിയുള്ള വെള്ളം ചൂടാക്കി കൊടുത്ത്, കുഞ്ഞിന് കൊണ്ടാകാനുള്ള വെള്ളമൊക്കെ എല്ലാം റെഡിയാക്കി കൊടുത്തത് ഫെജിമ കേട്ടോ. അപ്പൊ ഞാനത് അതുപോലെ ഹോസ്പിറ്റലിലും അവരുണ്ടായിരുന്നു, ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് എനിക്ക് നാസി കഴിഞ്ഞാൽ ഇല്ല, കാരണം ചില നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണില്ല. ഇപ്പൊ ഇഷ്ടപ്പെട്ട സ്ഥലവും ഫുഡും ഒക്കെ പറയുന്നതിനേക്കാളും ഒരുപാട് റീസൺ കാണും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ രണ്ടുപേരുണ്ടായിരുന്നു ഇഷ്ടപ്പെടുന്ന, നാസി എല്ലാവരും ഇഷ്ടപ്പെടുന്ന സെയിം സ്റ്റേജിൽ നിൽക്കുന്ന. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് പറഞ്ഞു. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ഏതാ? നിങ്ങളുടെ അമ്മ അല്ലാതെ. അമ്മയാണ് നിനക്ക് ഏറ്റവും ഡോറയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. എനിക്ക് അമ്മയുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഹാപ്പി ആയി. അതല്ലേ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അമ്മ അല്ലാതെ ഇഷ്ടപ്പെട്ട, ഞാൻ പറയട്ടെ, അമ്മയായിരുന്നു. കാരണം വെച്ചാൽ അമ്മയെ കുറിച്ച് പറയണ്ട, അമ്മ അല്ലാത്ത വ്യക്തിയെ കുറിച്ച് അമ്മ അല്ലാത്ത വ്യക്തിയെ കുറിച്ച് ഇല്ല ഇല്ല, അത് ഇവിടെ പറയാൻ പ്രസക്തി ഇല്ല. പറയട്ടെ, ആളെ പറ. ഒരു മിനിറ്റ്, കൊണ്ടുതന്നോ കുഴപ്പമില്ല, സ്ഥിരം കഴിക്കുന്നതാണല്ലോ. എന്തൊരു വടി വേണ്ട അടിക്കാൻ. ആ സ്റ്റിക്ക് മറ്റേ ചൊറിയുന്ന സ്റ്റിക്ക് ഉദ്ദേശിച്ച്. കഴിച്ചോ? അമ്മ അല്ലാതെ വരുവാണെങ്കിൽ ഇപ്പം കുറച്ച് നാളൊന്നും അല്ല, ഏകദേശം കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് സംസാരിക്കാനും എല്ലാം തോന്നുന്ന ഒരാള് ഷിലിച്ചേച്ചിയായിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ശേഷമാണ് ചേച്ചി ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷെ എന്തൊരു പരിചയപ്പെട്ട ഏകദേശം ഒരു 2.5-3 കൊല്ലത്തിനകത്തായുള്ളൂ. കാരണം ചേച്ചി ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ പണ്ടോട്ട് കാണെങ്കിലും പിന്നീട് ചേച്ചി ഇതുപോലെ ഷമീറിനെ പോലെ സംസാരിക്കാൻ ഇത്തിരി ഫിഷിക്കുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും സങ്കടവും ഒക്കെ വരുമ്പോഴും ഞാൻ കൂടുതൽ സംസാരിക്കുകയും വിളിക്കുകയും ചെയ്യുന്ന ഷിലിച്ചേച്ചി കേട്ടോ. ഷിലിച്ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാലും ചേച്ചിക്ക് ഈ പറഞ്ഞ ഒരുപാട് വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ചേച്ചിയാണ് ആ ഒരു ഇതൊന്നും മൈൻഡിൽ വെക്കാതെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം, ശരിയാകും മോളെ, സാരില്ല മോളെ, ശരിയാകും മോളെ, ദൈവത്തിന്റെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു സംസാരിച്ച് നമുക്ക്. അതുപോലെ പാട്ട് ടീച്ചറാണ്, ഡാൻസറൊക്കെയാ. അപ്പം സ്കൂളാണ്, എന്റെ പാട്ട് പഠിപ്പിക്കുന്ന ചേച്ചിയാണ്, പാട്ട് പാടിത്തരും. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. എനിക്ക് നമ്മള് ചേച്ചിയെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ചേച്ചിയെ പരിചയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് ചേച്ചിയെ പരിചയപ്പെട്ടെങ്കിലും ഒരു കൂടപ്പിറപ്പിനേക്കാളും മേളിലാണ് ചേച്ചി നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. ആകെ ചേച്ചിയുടെ വീടിനടുത്ത് ഞങ്ങൾ ഏകദേശം ഒരു 3-4 മാസം ചേച്ചിയുടെ വീടിനടുത്ത് ഞങ്ങൾ വാടകയ്ക്ക്. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് പൊതിച്ചോറ് തിന്നണം എന്ന് പറഞ്ഞപ്പം എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി തന്ന, പുട്ടും മീൻകറി ഉണ്ടാക്കിക്കൊണ്ട്, ബീഫ് ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. ഇച്ചാൻ ഒരു തവണ പോയ സമയത്ത് താക്കോല് മറന്നു വെച്ച സമയത്ത് ചേച്ചിയും മോളും കൂടിയാ. ഇച്ചാൻ വരുന്നോടം വരെ എനിക്ക് സിറ്റ് ഔട്ടിൽ ഞാൻ വെയിറ്റ് ചെയ്തപ്പോ ചേച്ചിയും മോളും കൂടെ വന്ന് എനിക്ക് കൂട്ടൊക്കെ ഇരുന്ന്. ഇച്ചാൻ വന്നതിന് ശേഷമാണ് ചേച്ചിയും മോളും പോയത്. അതുപോലെ എപ്പോഴും വിളിക്കും. നേരത്തെ ഇപ്പം കുറെ നാളും കൊണ്ട് ചേച്ചി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഫ്രീ ടൈം അങ്ങനെ കിട്ടാറില്ല. ശനി ഞായറും ഇപ്പം എനിക്ക് പാട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ എന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം 7 മണി 7 തൊട്ട് ഫോൺ വിളിച്ച് ഞങ്ങൾ ലൗഡ് സ്പീക്കറിലിട്ട് 12-1 മണി വരെ ഭയങ്കരമായിട്ട് സംസാരിക്കുക. നാദു ചേച്ചിയുടെ കൊച്ചിന്റെ പേര്, ചേച്ചിയുടെ മോളുമായിട്ട് സംസാരിക്കും, വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര കമ്പനി ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരാവശ്യം പറയുന്നത് അതുപോലെ ഡെയിലി മെസ്സേജ് അയക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷിലിച്ചേച്ചിയാണ്. പിന്നെ രണ്ടാമത്തെ ആള് ഷിബിനാണ് കേട്ടോ. നമ്മുടെ ഗബ്രൂസിന്റെ വീഡിയോസിലൊക്കെ, ബർത്ത്ഡേ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് അവൻ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത്. പക്ഷെ അവൻ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ കുറെ വർഷത്തെ പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് ഒക്കെ തുടങ്ങിയ ആ സമയത്ത് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ കണ്ടത്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗബ്രൂട്ടന്റെ ബർത്ത്ഡേ ആണ് ആദ്യമായിട്ട് കണ്ടത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ലൊരു ആളാട്ടോ. ഇതുവരെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം, സംസാരം, വഴക്കും ബഹളവും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എപ്പോഴും അങ്ങ് വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഡെയിലി വിളിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ.
അവൻ എന്തെങ്കിലും സങ്കടം വിഷമം തോന്നുമ്പോ തന്നെ എടി ഞാൻ വിളിച്ചതേ, എടി ഇങ്ങനെയാടി, ഞാൻ എന്തുവാടി ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ ആ സംസാരം. പിന്നെ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇച്ചാനായിട്ട് സംസാരിക്കുമ്പോ ബ്രോ ഇങ്ങനെയാ കാര്യം എന്ന് പറഞ്ഞ് ഇച്ചാനായിട്ട് സംസാരിക്കാറുണ്ട്. ഞാനും അപ്പൊ എന്ത് പറയും, ഇവിടെ ഗബ്രൂസിന് വയ്യാതെ വന്നപ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷമം കാര്യങ്ങൾ സന്തോഷം എല്ലാം പറയും കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിലും അവന്റെ അടുത്തും കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കും. അവൻ പറയും നോക്കാടി ശരിയാവോ നോക്കാടി ഇങ്ങനെ പറഞ്ഞിട്ട് അവനും ഒരു പോസിറ്റീവ് എനർജിയാണ് തരാറുള്ളത്. അപ്പൊ രണ്ടുപേരാണ് കേട്ടോ എനിക്കുള്ളത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഷിനി ചേച്ചി കൂടാതെ ഒരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചില എന്താ പറയുക തെറ്റിദ്ധാരണ മൂലം നമുക്ക് ആ ഒരു സൗഹൃദം നഷ്ടപ്പെട്ടു. ഷൈനി എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ആ ചേച്ചി എവിടെയായിരുന്നു, കുളത്തുപ്പുഴയാണോ പുനലൂർ ആ ഭാഗത്ത് എവിടെ കണ്ട ചേച്ചിയുടെ വീട് കേട്ടോ. ഇതുപോലെ തന്നെ ഷിനി ചേച്ചിയെ പോലെ തന്നെ നമുക്ക് നല്ലൊരു കൂടപ്പുറപ്പ് തന്നെയായിരുന്നു. ചില തെറ്റിദ്ധാരണ മൂലം ചേച്ചിയായിട്ടുള്ള സൗഹൃദം വിട്ടുപോയി. പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് ചേച്ചിമാരെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഓർമ്മ വരുന്ന വെച്ചാൽ എനിക്ക് പെങ്ങന്മാരില്ല എനിക്കപ്പോൾ. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കൂടെ അത്യാവശ്യം നല്ല ക്ലോസ് ആയിട്ട് വരുന്ന ഒന്നുകിൽ നമ്മുടെ ഏജിന് മൂത്തവരോ അല്ലെങ്കിൽ ഏജ് കുറഞ്ഞവരൊക്കെ ഞാൻ അനിയത്തി, മോളെ, ചേച്ചി എന്നൊക്കെ വിളിച്ച സംബോധന ചെയ്യുന്നത്. ഇത് എന്നോട് സംസാരിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. തുടക്കത്തിൽ ഇങ്ങനെയാ. അപ്പൊ എനിക്ക് കൂടെ പെങ്ങന്മാരൊന്നുമില്ല, എനിക്ക് 2 അനിയന്മാരാണല്ലോ ഉള്ളത്. അപ്പൊ എന്റെ ഒരു ഇതിലെന്ന് വെച്ചാല് ഇപ്പം എനിക്ക് മൂത്തവരെയാണെങ്കിൽ ഞാൻ ചേച്ചിന്ന് വിളിച്ച സംബോധനയും ഇളയത്തുങ്ങളാണെങ്കിൽ മോളെ എന്നൊക്കെ വിളിച്ച സംബോധന. എനിക്കൊരു എന്താ നമുക്കൊരു കൂടപ്പറപ്പിന്റെ ഒരു ഫീല്. എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് കിട്ടിയ ആദ്യത്തെ എന്റെ പെങ്ങളെ എന്ന് പറയുന്നത് ഷെമിയാണ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ എന്റെ കൂടപ്പറപ്പ് അല്ല എന്റെ ഒരു അനിയത്തി എന്ന് പറയുന്നത് എനിക്ക് ഷെമിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് 2 ചേച്ചിമാരെ കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, ഷിലു ചേച്ചിയും ഷൈനി ചേച്ചിയും. ഷൈനി ചേച്ചി ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ചേച്ചിയായിട്ടുള്ള സൗഹൃദം നമുക്ക് കിട്ടു. പക്ഷെ എങ്കിലും എനിക്ക് പെട്ടെന്ന് ഈ ചേച്ചി എന്ന് പറയുമ്പം ഓർമ്മ വരുന്നത് 2 പേര്, ഇവർ 2 പേരാ. കാരണം അവർ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. അവരായിട്ട് ഇപ്പം മിണ്ടുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു സ്ഥാനത്ത് അവരിപ്പുണ്ട്. അപ്പൊ എനിക്ക് 2 ചേച്ചിമാരെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോ ഇനി അടുത്ത ആരാ? നീ അല്ല, ഞാനല്ലേ ഇപ്പൊ ചേച്ചിമാരെ കുറിച്ച് പറഞ്ഞു. നീ ഇങ്ങോട്ട് ചോദിക്കണം. ഇഷ്ടപ്പെട്ട മത്സ്യവിഭവങ്ങള്. മത്സ്യവിഭവം അങ്ങനെ വെച്ച് കഴിഞ്ഞാല് എനിക്ക് മത്തി പൊള്ളിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. സിലോപ്പിയ പൊള്ളിച്ചതും ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് ആണ് സിലോപ്പിയ പൊള്ളിച്ചതും മത്തി പൊള്ളിച്ചതും. മഞ്ഞപ്പൊടി ഒന്നും ഇടാതെ നമ്മള് നല്ല അതായത് മത്തി എടുത്ത് നന്നായി കഴുകാതെ മറ്റേ ചെതമ്പലുണ്ടല്ലോ അതിങ്ങനെ ക്ലീൻ ചെയ്ത് കളഞ്ഞ് അതിന്റെ വയറ് കീറി ആ കുടലും എടുത്ത് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഒരു നല്ല മുഴുത്ത നെയ്യുള്ള മത്തി ഒരു വാഴയിലെടുത്ത് വാഴയിലേക്കകത്ത് അവിടെ ചുരുട്ടി കെട്ടുക. കെട്ടുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു സവാളയും കുറച്ച് പച്ചമുളകും കറിവേപ്പില ഇങ്ങനെ തൂക, ഒരിത്തിരി എണ്ണ അതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ ഇറ്റിക്കാം. എന്നിട്ട് ഈ വാഴയുടെ ഇതിനകത്ത് അങ്ങോട്ട് കെട്ടിയതിന് ശേഷം കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അങ്ങോട്ട് കുറച്ചു നേരം വേവിച്ച് അങ്ങോട്ട് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ആ വാഴയിൽ അങ്ങോട്ട് തുറന്നിട്ട് ആ മീനിന്റെ ഇങ്ങനെ പൊക്കിയെടുത്ത് പൊളി ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ സിലോപ്പിയ പൊള്ളിച്ചതും ആദ്യമേ സിലോപ്പിയ നമ്മുടെ എന്താ പറയുക ജീരകം, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി ഇത്രയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ട് ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്ത് ഒരു 30 സെക്കൻഡ് നേരെ ഇടുക, തിരിച്ച് മറിച്ചിടുക. അങ്ങനെ ഒരു 30 സെക്കൻഡ് ഇട്ട് വേവിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് കുറച്ച് സവാള, കുറച്ച് തക്കാളി, പച്ചമുളക് എല്ലാം കൂടി വഴറ്റി അതിനകത്തോട്ട് കുറച്ച് ജീരകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് വാഴയിലേക്കകത്തോട്ട് വെച്ചിട്ട് ആ വാഴയിലെ മേലിനകത്ത് ഈ മസാല അങ്ങോട്ട് വെച്ച് കെട്ടിയിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ കല്ലിൽ വെച്ച് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അങ്ങോട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചാണ്ടല്ലോ പൊളി ടേസ്റ്റാ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ വിഭവത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ 2 കറി വെക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഉള്ളത് കഴിക്കാം, ഏത് ചാറ് കുറച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മീൻകറിയും ചിക്കൻ കറിയും വെക്കുകയാണെങ്കിൽ എനിക്കതിങ്ങനെ എടുത്ത് ഒഴിച്ചിട്ട് കായൽ പോലെ ചോറിനകത്തിട്ട് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഡോറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയോ? കല്യാണരാമൻ. റീസൺ? അതിനകത്ത് കുറെ കോമഡികളുണ്ട്, എത്ര കണ്ടാലും എടുക്കത്തില്ലേ. മിനിഞ്ഞാന്നാണോ കഴിഞ്ഞ ദിവസം കൂടെ ഞാനത് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് കണ്ട സിനിമയാണ്. ഒത്തിരി ചിരിക്കാനുണ്ട്. അതിനകത്ത് ഓരോ പാട്ടും അടിപൊളിയാണ്. അതിനകത്ത് എല്ലാവരുടെ അഭിനയം എനിക്കിഷ്ടമാണ്. അത് ഡയലോഗുകളെല്ലാം എനിക്കിപ്പോ കാണാപ്പാടുവാ, അത്രയ്ക്ക് ഇഷ്ടം.
കാണാൻ പാടത്തല്ലേ പറഞ്ഞത്? പറയേ ചേട്ടാ കുറച്ച് ചോറെടുത്തേ. അതാർക്കും അറിയാത്തത്, അതല്ലാതെ വേറൊരു ഡയലോഗാ. അതിപ്പോ അച്ഛൻ ഫേമസ് കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചല്ലെന്ന് ചോദിച്ചത്. ഓ ഞാൻ ചോദിക്കട്ടെ, ഇഷ്ടപ്പെട്ട ഹോബിയാ എനിക്ക് ഇപ്പം വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എനിക്കിങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ എടുത്ത് വെച്ച് പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ത്വരയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പെയിന്റിങ് ചെയ്യും വീട്ടിലാണെന്നുണ്ടെങ്കിൽ. പിന്നെ എന്താടി പെയിന്റിങ് ചെയ്തില്ലായിരുന്നോ? ഇപ്പം കുറച്ച് നാളുകൊണ്ടല്ലേ ചെയ്യാതിരിക്കുന്നത്. പെയിന്റിങ് ചെയ്യാൻ നന്നായിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും. അതൊക്കെയാണ് എൻ്റെ ഹോബീസ് വീട്ടിലുള്ളത്. എൻ്റെ മെയിനായിട്ടുള്ള ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യണം. എനിക്ക് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യണം, എപ്പോഴും കുറേ സ്ഥലങ്ങൾ കാണണം. പക്ഷെ അതിന് പറ്റിയ ഒരാളെ എനിക്കിതുവരെ കൂട്ടി കിട്ടിയിട്ടില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. പക്ഷെ അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എത്രത്തോളം സ്ഥലം കാണാൻ പോകാൻ പറ്റുമോ അത്രയും സ്ഥലങ്ങൾ പോയി എനിക്ക് കാണണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ഹോബി അത് തന്നെയാണ്. മാക്സിമം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ കറങ്ങാൻ പോകും. പണ്ട് ഇവർക്ക് ഡോറയ്ക്ക് ഓക്കെ ആയിരുന്ന സമയത്ത് മിക്ക ദിവസം ഞങ്ങൾ വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലൊക്കെ പോകുമായിരുന്നു. ഏറ്റവും കൂടുതൽ പോകുന്നത് തളവാപുരം പള്ളിയിലായിരുന്നു. ഓർമ്മയില്ലേ? 2 തവണ പോയിട്ടുണ്ട്. ക്രിസ്മസിന് പോയോ? ഇല്ല. ക്രിസ്മസിന് നീ ഇവിടെ വന്നതിന് ശേഷം ക്രിസ്മസിന് നമ്മൾ ചെന്നപ്പം ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ച സാധനങ്ങളുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തത് ഓർമ്മയില്ല? അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തളവാപുരം പള്ളിയിൽ എത്ര വട്ടം പോയി നമ്മള്? അതുപോലെ തന്നെ മലനട ക്ഷേത്രം എന്ന് പറഞ്ഞ ഇവിടെ ഒരു വയലുണ്ട്. അവിടെ തന്നെ 3-4 വട്ടം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ശാസ്താംകോട്ട കായല് കാണിക്കാൻ, മൺട്രോത്തുരുത്ത് കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ക്രിസ്മസിനോ? നമ്മളെ കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത്. അപ്പൊ ഈ തവണ കൂടെ പോയത് പിള്ളേർ അത് രണ്ടാമത് പോയത്. അതിനു മുമ്പ് നിന്നെ ഞാൻ തനിയെ കൊണ്ടുപോയ കാര്യം പറയുന്നത്. അന്നാണ് ജങ്കാറിനകത്ത് കയറിയിട്ട് ഒരാൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. കണ്ടാ ലോക ഉടായിപ്പ്. അടുത്തത് ഞാൻ ചോദിക്കട്ടെ, ഇഷ്ടപ്പെട്ട ആക്ടർ നടൻ ഞാൻ പറഞ്ഞല്ലോ അന്ന്. എന്ന് പറഞ്ഞു ഇപ്പൊ പറ. അപ്പൊ അന്ന് പറഞ്ഞത് കള്ളമാണ്. അന്ന് ഇന്ന് എല്ലാം ഒരാൾ തന്നെയാ. ആരാ? ജയറാമും ദിലീപും. ഇയാളന്ന് ദിലീപ് എന്നാ പറഞ്ഞത്. ജയറാമും ദിലീപും. റീസൺ കോമഡി ഫിലിമാണ്. പിന്നെ കുടുംബപരമായിട്ടുള്ള സിനിമകളിലെല്ലാം അവർ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനത്തെ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ രണ്ടുപേരും ഇഷ്ടം. അപ്പൊ കൂട്ടുകാരെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ തന്നെ കുറെ ലെങ്ത് ആയി. ഇനിയും കൂടുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കൊപ്പം ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യുന്നത് കുറവാണ്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ.